രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി ബി.ജെ.പി. ആണ്. അതിപ്പോൾ കേരളത്തിലേക്ക് വന്നാലും സ്ഥിതി വിഭിന്നമല്ല. പാർലമെന്ററി നേട്ടങ്ങളുടെ പട്ടികയിൽ അവകാശവാദങ്ങൾക്ക് സാധ്യത തുലോം കുറവാണെങ്കിലും ക്രമാനുഗതമായ വോട്ട് വിഹിതത്തിലെ വർധന ബി.ജെ.പിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അന്തിമ ചിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഏതാണ്ട് 20% വോട്ട് വീതമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് അടിസ്ഥാനമാക്കി ചിന്തിച്ചാൽ വോട്ട് വീതത്തിന്റെ കാര്യത്തിൽ 35-40% വരെ എത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ അവർക്ക് അധികാരം തന്നെ പിടിക്കാൻ സാധിച്ചേക്കും. ബി.ജെ.പി. കൈവരിച്ച ഈ നേട്ടം അവരെ സംബന്ധിച്ചിടത്തോളം ആവേശകരമാണ്. കാരണം 1-2 കൊല്ലത്തെ പരിശ്രമം കൊണ്ടല്ല ബി.ജെ.പിക്ക് ഇത് സാധ്യമായത്. 1.5-2 പതിറ്റാണ്ട് കാലത്തെ പ്രയത്നവും നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ഉയർത്തുന്ന താരമൂല്യവുമാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് നിദാനം. പൊളിറ്റിക്കൽ തിയറി അനുസരിച്ച് ഒരു പാർട്ടി 20% വോട്ട് വീതം ഉറപ്പിച്ചാൽ പിന്നെ അത് 30-35 നിലവാരത്തിലേക്ക് ഉയരാൻ അധികനാൾ വേണ്ടിവരില്ല എന്നതാണ്. എന്നാൽ കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 20-ൽ നിന്ന് 30-35 എത്തുക അത്ര എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒന്നല്ല. കേരളത്തിലെ സവിശേഷ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇവിടെ പ്രധാന പ്രതിബന്ധങ്ങളിൽ ഒന്ന്. അതിനപ്പുറം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് കളിയും വിഴുപ്പലക്കലും മറ്റൊരു തിരിച്ചടിയാണ്. കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കുമ്പോഴും പോയ നാളുകളിൽ സാമൂഹ്യ സാംസ്കാരിക ഭരണകൂട രംഗത്ത് നിന്ന് നിരവധി പ്രമുഖർ ബി.ജെ.പി. പാളയത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വന്നു കയറിയവരൊക്കെ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിന് കൃത്യമായ ഉത്തരം ആർക്കുമില്ല. വാസ്തവത്തിൽ ബി.ജെ.പിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ബി.ജെ.പി. കേരള ഘടകത്തിലേക്ക് വന്നു കയറിയ പ്രമുഖർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കാം. ലോകത്തിന്റെ അഭിമാനമാണ് മെട്രോമാൻ എന്ന ടെക്നോക്രാറ്റ് ഇ. ശ്രീധരൻ. അസാധ്യമെന്ന് കരുതിയ പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മിതിയും കൊങ്കൺ റെയിൽവേയും എല്ലാം യാഥാർത്ഥ്യമാക്കി രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് നയിച്ച പ്രതിഭയാണ് അദ്ദേഹം. അതിൽ ശത്രുക്കൾക്ക് പോലും എതിർസ്വരം ഉണ്ടാകില്ല. 2021 അദ്ദേഹം ബി.ജെ.പി. ടിക്കറ്റിൽ പാലക്കാട് നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ താൻ മികച്ചൊരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഷാഫി പറമ്പിൽ എന്ന സിറ്റിംഗ് എം.എൽ.എയെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ശ്രീധരൻ കേവലം 2000-ഓളം വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടത്. ഒരുപക്ഷെ ആ തോൽവിയെ ജയത്തോളം പോകുന്ന തോൽവി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പാലക്കാട്ടുകാർ ശ്രീധരനെ പിന്തുണച്ചു എന്ന് വ്യക്തം. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ശ്രീധരൻ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും വിലയിരുത്തപ്പെട്ടു. എന്നാൽ അതിനെ പാടെ നിഷേധിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് വി. മുരളീധരൻ അപ്പോൾ തന്നെ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയെ നേരത്തെ തീരുമാനിക്കുന്ന കീഴ്വഴക്കം പാർട്ടിക്കില്ലെന്ന വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. ഒരുപക്ഷെ അന്ന് മുരളീധരൻ അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ലായിരുന്നു എങ്കിൽ പാലക്കാട്ടെ ഫലം മറ്റൊന്നായി മാറുമായിരുന്നു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. പാലക്കാട്ടെ തോൽവിയേക്കാൾ ഉപരി പാർട്ടിക്കുള്ളിലെ തമ്മിൽ കുത്ത് ശ്രീധരന്റെ മനസ്സുമടിപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രായത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. പക്ഷേ ശ്രീധരനെ പോലൊരു നേതാവ് ബി.ജെ.പിയുടെ മുഖമായി ഒരു 5 കൊല്ലം പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ബി.ജെ.പിക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 25% അല്ലെങ്കിൽ അതിന് മുകളിൽ വോട്ട് വീതം നേടാനാകും. 2-3 എം.പിമാരെ സൃഷ്ടിക്കാനും സാധിക്കുമായിരുന്നു. ഇവിടെ ബി.ജെ.പിയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചത് ബി.ജെ.പിക്കാർ തന്നെയാണ്. സംസ്ഥാനത്ത് അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തി അധികാര കേന്ദ്രങ്ങളുടെ കണ്ണിലെ കരടായി മാറിയ ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ഡി.ജി.പി. ഡോക്ടർ ജേക്കബ് തോമസ്. ഡൽഹിയിലെ RSS ബുദ്ധി കേന്ദ്രങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ് അദ്ദേഹം ബി.ജെ.പി. കേരള ഘടകത്തിൽ എത്തിയത്. തുടർന്ന് 2021 അദ്ദേഹം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു. SNDPയുടെ നോമിനിയായി ഒരു പ്രമുഖൻ സ്ഥിരമായി NDA ടിക്കറ്റിൽ മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ ജേക്കബ് തോമസിനെ ഇറക്കിയപ്പോൾ പാർട്ടി പ്രവർത്തകർ ആവേശത്തിലായി. ഇക്കുറി ഒരു മാറ്റം വരുമെന്ന് അവർ കണക്കുകൂട്ടിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. കൂടെ നിന്നവർ തന്നെ കാലുവാരിയതോടെ ജേക്കബ് തോമസിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആര് ജയിച്ചാലും ജേക്കബ് തോമസ് ജയിക്കരുത് എന്ന വാശി മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഡോക്ടർ C.V. ആനന്ദബോസ്, ഡോക്ടർ K.S. രാധാകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൽ സലാം, റിട്ടയർഡ് DGP R. ശ്രീലേഖ തുടങ്ങി ഒരു പിടി പ്രമുഖർ ബി.ജെ.പിയിലേക്ക് വന്നിട്ടുണ്ട് എന്നതും ഇവിടെ ചേർത്ത് വായിക്കേണ്ട സംഗതിയാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിക്കാട്ടാൻ പൊതു സ്വീകാര്യരായ ചിലരുടെ മുഖങ്ങൾ പാർട്ടിക്ക് ആവശ്യമാണ്. എന്നാൽ അതിനപ്പുറം അവരുടെ കഴിവ് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ തൽപര കക്ഷികൾ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടി ഭരണവും സംസ്ഥാന ഭരണവും ഒക്കെ ഞങ്ങൾ നോക്കിക്കോളമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിലെ ചിലർ കരുതുന്നത്. ബി.ജെ.പിയുടെ വോട്ട് വീതം 20-ൽ നിന്നും മുകളിലേക്ക് ഗണ്യമായി ഉയരാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ്.